ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇടയ്ക്കിടെ ചോദ്യോത്തരങ്ങളിലൂടെയുള്ള വേദവചന പഠനം നടത്താറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഈ ആഴ്ചയും ചോദ്യോത്തരങ്ങളിലൂടെയാണ് നമ്മൾ വേദവചനം പഠിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തൊടുപുഴയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ജിജോ ബ്രദറാണ്. ജിജോ ബ്രദറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ദശാംശത്തെക്കുറിച്ചാണ്. ദശാംശം സ്തോത്രകാഴ്ച പുതിയ നിയമ ഉപദേശത്തിൻ്റെ ഭാഗമാണോ ഈ ദശാംശവും സ്തോത്രകാഴ്ചയും? അതിനെക്കുറിച്ചൊന്ന് അറിയാൻ കൊള്ളാം. പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന പുതിയ നിയമത്തിൽ ഒരു 10% നൽകുക എന്നുള്ള, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം നൽകുക എന്നുള്ള ഒരു ഉപദേശമില്ല. ദശാംശ ഉപദേശം തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടൊരു ഉപദേശമാണ്. ഈ ലേവ്യ പൗരോഹിത്യം നിന്നുപോയ സ്ഥിതിക്ക് അതിൻ്റെ ദശാംശം മാത്രം ഇന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തുകൊണ്ടാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കാരണം വരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, നിങ്ങളത് സൗജന്യമായി കൊടുപ്പിൻ. ഒരു സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകളെല്ലാം എപ്പോഴും സൗജന്യമായിരിക്കും. വോളണ്ടറി ഗിവിങ് അല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് പ്രേരിപ്പിച്ചിട്ട് എന്തെങ്കിലും മറ്റു ചെവി അറിയാതെ നിങ്ങൾ കൊടുക്കുന്നതല്ലാതെ യാതൊരുവിധ ഗിവിങ്ങും ഒരു പുതിയ നിയമസഭയിൽ ഇല്ല. എന്തു വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ കൊടുത്താലേ അമർത്തി കുലുക്കി കവിയുന്ന ഒരാൾ കിട്ടുന്നു. അല്ല, എന്തു വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ അത് പാസ്റ്ററിന് കൊടുക്കണമെന്ന് പോലും ഇല്ല. ഇന്ന് ഈ പാസ്റ്റർമാർ ഇത്രയും മുതലാളിമാരാണുള്ള കാരണം ഈ പാസ്റ്റർ വിശ്വാസി നടത്തുന്ന ആൾക്കാരെല്ലാം പാസ്റ്ററുടെ സെർവൻസിനെ പോലെയാണ്. അതായത് ഇപ്പം 10,000 രൂപ വരുമാനമുള്ള 10 പേരൊരു സഭയിലുണ്ടെങ്കിൽ പാസ്റ്റർക്ക് കിട്ടുന്ന ദശാംശം എത്രയായിരിക്കും? 1000, 1000. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം 1000 പോയി, പാസ്റ്റർക്ക് 10,000 ഉണ്ട്, ബാക്കിയുള്ളവർക്ക് 9,000. അതാണ് അതിൻ്റെ കണക്ക്. ഒരു 10 പേരോട് വന്നാലോ പാസ്റ്റർ വരുമാനം 20,000 അതിനിടയിൽ 1,00,000 രൂപ വരുമാനമുള്ള ഒരാൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടെന്ന് പാസ്റ്റർ വരുമാനം 30,000. അപ്പോൾ ഇതിങ്ങനെ വർദ്ധിച്ചു. അപ്പോൾ ആൾക്കാർ കൂടുന്നത് പാസ്റ്ററിന് എക്കണോമിക്കലി നല്ലതാണ്. അതുകൊണ്ട് വലിയ സഭയിലെ പാസ്റ്റർമാർക്ക് ഒത്തിരി പൈസ ഉള്ളത്. അപ്പോൾ ഈ 1,00,000 രൂപ മാസ വരുമാനമുള്ള ആൾ പാസ്റ്റർ എന്ന് പറയുകയാണ്, പാസ്റ്റർ ഞാൻ ജോലി രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് പോവാണ്, മിഷണറി വേലയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർക്ക് പ്രയാസമാവും. കാരണം പാസ്റ്റർ ഓൾറെഡി ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് മേടിച്ചാണ് ഈ ദശാംശം വെച്ചായിരിക്കും പുള്ളിയിൽ അടയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ നീ പറയരുത്, നീ ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്ക് എന്നായിരിക്കും പാസ്റ്ററുടെ ഹൃദയത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇന്നത്തെ ചർച്ചകൾ നടക്കുന്നത് മാമോൻ്റെ ഒരു വ്യവസ്ഥയിലാണ്. ഒത്തിരി മാമോനെ സേവിച്ചിട്ടുള്ള ആൾക്കാർ സഭയിൽ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. കാരണം അടുത്ത കൺവെൻഷന് പുള്ളിയിൽ നിന്ന് പൈസ മേടിക്കുക. ഈ എക്കണമിയാണ് ഇന്ന്, മാമോനാണ് ദൈവത്തിൻ്റെ സഭകളെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് അപകടകരമായൊരു സ്ഥിതിയാണ്. ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ കർത്താവിൻ്റെ സുവിശേഷവേലയിൽ ഇറങ്ങിയിട്ട് ധനവാനായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ദൈവരാജ്യത്തിലൊരു നല്ല കാര്യവിചാരകനല്ലായിരുന്നു എന്ന് തന്നെയാണ്. ദൈവഗ്രഹത്തിലൊരു നല്ല കാര്യവിചാരകനായിരിക്കുന്ന ഒരാൾക്ക് ശുശ്രൂഷയിലൂടെ സമ്പന്നനാകാൻ സാധിക്കില്ല. ഇപ്പോൾ എന്നോട് കഴിഞ്ഞ നാളുകളിൽ ഞാൻ കുറേ ആൾക്കാരിങ്ങനെ പറയുന്നിട്ട് അയാൾ ഭയങ്കര പൈസയാണ് സമ്പാദിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാവരും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ളതല്ല എനിക്ക് തന്നേക്കാം, എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. കാരണം വി നീഡ് ടു റിമെയിൻ പുവർ. നമ്മുടെ പേരിൽ, നമ്മുടെ സ്വത്ത് നമ്മുടെ പേരിൽ, നമ്മുടെ പിള്ളേരുടെ പേരിലോ ശുശ്രൂഷയിൽ ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അതിനേക്കാൾ കൂടാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ജീവിക്കാനുള്ളത് മതിയെന്നുള്ളത്, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിനുള്ളത് ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കണമെങ്കിൽ ഞാനത് മതിയെന്ന് വെക്കുന്ന ആളായിരിക്കണം. അപ്പോൾ ഇന്ന് ഈ ഒരു എക്കണമി വ്യവസ്ഥ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ദശാംശം ഒരു നിയമമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അടിമത്തത്തിലോട്ട്, നിർബന്ധിത ഗിവിങ്ങിലേക്ക് കൊടുത്തേ പറ്റൂ. അതൊരു പാപബോധത്തിലേക്ക്, ഞാൻ ദശാംശം കൊടുത്ത് 5 രൂപ കുറഞ്ഞു പോയി. ചിലർക്ക് കൊടുക്കാത്തതിൻ്റെ പാപബോധം, ചിലർക്ക് കൊടുത്തതിൻ്റെ സ്വയനീതി. ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കുന്ന ആളാണ്. ഇതെല്ലാം മാനുഷികമാണ്. എനിക്കറിയാം, ഒരു ദേവദാസം വന്ന ഇങ്ങനെ പറഞ്ഞു, കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല. കണ്ടീഷനിലാക്കി. അതായത് ഈ കൊടുക്കുന്നതിനെക്കുറിച്ച് ഉപദേശം പറഞ്ഞ് സഭയിൽ ആരും കൊടുക്കുന്നില്ല. അപ്പം ഇദ്ദേഹത്തെ വിളിച്ച് പ്രസംഗിപ്പിച്ചു. കൊടുക്കുന്നതിനെക്കുറിച്ച്, ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ചും പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ പല വാക്യങ്ങളെടുത്ത് പറഞ്ഞു. അവസാനം കൊടുത്തില്ല എങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ
രക്ഷ കണ്ടീഷനിലാക്കി വെച്ചിട്ട് അദ്ദേഹം പോയി. ആർക്കും ഒട്ടും മനസ്സിലായുമില്ല. ഇതാണ് എൻ്റെ വേറൊരു അപ്പുറം കടന്നൊരു അപകടം. കൊടുത്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോയില്ല, രക്ഷ കണ്ടീഷനിലും ആക്കി. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ രാജാവായിട്ട്, ഇത് ദൈവരാജ്യമാണല്ലോ, ഈ ദൈവരാജ്യത്തിനകത്ത് രാജാവിൻ്റെ മക്കൾ എങ്ങനെയാണ് ജീവിക്കണ്ടേ? രാജാവിനെ പോലെ ജീവിക്കണം. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പ്രസംഗിക്കുന്നത് നമ്മൾ ചെറിയ ആൾക്കാരല്ല, നമ്മൾ വലിയ ആൾക്കാരാണ്. നമ്മളുടെ രാജാവ് ക്രിസ്തുവാണ്. അപ്പോൾ ആ ദൈവരാജ്യത്തിൽ നമ്മൾ ആരെപ്പോലെ ജീവിക്കണം? രാജാവിലെ പോലെ ജീവിക്കണം. നമ്മൾ ഏറ്റവും കൂടിയ കാറ് വാങ്ങിക്കണം, ഏറ്റവും കൂടിയ നിലവാരമുള്ള, ചെറുത് ലോക്കലി പോയാൽ പറ്റത്തില്ല. അപ്പം ഇത്തരത്തിൽ പ്രസംഗിക്കുമ്പോൾ ആളുകൾ അത് കിട്ടാൻ വേണ്ടി, അപ്പം രാജാവായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. ഈ കൊടുക്കലിൻ്റെ ഉപദേശം വന്നാൽ മാത്രമേ അമർത്തി കുലുക്കി കവിയുന്നൊരളവ് കിട്ടണമല്ലോ. കൊടുത്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ. കൊടുത്തില്ലെങ്കിൽ അത് മാത്രമല്ല, കൊടുത്ത് പരീക്ഷിക്കാനും പറയണ്ടല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്താൽ മാത്രമാണല്ലോ റിച്ച് ആവാൻ പറ്റത്തുള്ളൂ. ഒരു ഒരു റിച്ച്നെസ് വരണമെങ്കിൽ കൊടുക്കണമല്ലോ. അതായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ കൊടുക്കലിൻ്റെ ഉപദേശത്തിൻ്റെ ഒരു. ലോകത്തിലുള്ള ഏത് പ്രസ്ഥാനം വളരണമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പണമാണ്. പണമില്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നിൽക്കാൻ പറ്റില്ല, സഭയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ സഭയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല, ദൈവമാണ് നിർത്തുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്കെല്ലാം പണം ആവശ്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ചില ചർച്ചകളിലേക്ക് 65-70 വയസ്സാകുമ്പോൾ പാസ്റ്റേഴ്സ് റിട്ടയർ ചെയ്യണം. പിന്നെ അവർക്ക് സഭാ ചാർജ് കൊടുക്കില്ല. ഈ പൈസ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എപ്പോഴും ഭയങ്കര ക്രൂരമായൊരു വ്യവസ്ഥയാണത്. അപ്പോൾ പാസ്റ്റർക്ക് 65 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ശുശ്രൂഷിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ എങ്ങനെ ജീവിക്കും? ആൾക്ക് ജീവിക്കാൻ അപ്പോഴായിരിക്കും രോഗങ്ങളൊക്കെ വരുന്ന സമയമാണ്. പ്രഷറായി, ഡയബറ്റീസായി, ഹാർട്ട് പ്രോബ്ലമായി, ജീവിതാന്ത്യത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും അവർക്ക് പണം കൂടുതൽ ആവശ്യമാണ്. സർവൈവലിൻ്റെ മരുന്നിന് തന്നെ ആ സമയത്ത് ചർച്ച വരെ കൈവിടുന്നു. പിന്നെ എന്തെങ്കിലും ടോക്കണായിട്ട് വല്ലതും കൊടുത്താൽ കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പാസ്റ്റർ വിചാരിക്കുകയാണ് 65 വയസ്സ് റിട്ടയർ ചെയ്യും, അതിനു മുമ്പ് എനിക്ക് അത് കഴിഞ്ഞ് ജീവിക്കാനുള്ള പൈസ സമ്പാദിക്കണം. അപ്പോൾ നല്ല സഭയിൽ കയറി പറ്റണം. ഇത് ആലോചിച്ച് ഇതിൻ്റെ ആ വിശ്വ സൈക്കിൾ, ഒരു പൈശാചികമായൊരു വൃത്തത്തിനകത്ത് ഇവർ പെട്ടുപോവുകയാണ്, ജീവിത സന്ധാരണം നടക്കാതെ. അപ്പോൾ ഒത്തിരി സഭകളിലും മാമോനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കൺവെൻഷൻ നടത്തണോ, മീറ്റിംഗ് നടത്തണോ, ഇതെല്ലാം തീരുമാനിക്കുന്ന മാമോനുള്ള ആൾക്കാരുമാണ്. ദ ചർച്ച് ഈസ് കിഡ്നാപ്ഡ് ബൈ ദ റിച്ച് പീപ്പിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചിൽ പണം ഒരു ഇഷ്യൂ ആകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണം തരാത്തവൻ, പണം തരുന്നവൻ, ഇതൊന്നും അവിടെ ഇഷ്യൂ ആകരുത്. 3 തരത്തിൽ പണം ഒരാളുടെ കയ്യിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് കൊടുക്കാം. 3 തരത്തിൽ കൊടുക്കാം. അതായത് സർവീസിന് നമ്മളെന്തെങ്കിലും സർവീസ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ സാധനം വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന വയസ്സേരല്ല പറഞ്ഞാൽ വെറുതെ കൊടുക്കുന്നതായിരുന്നു. ഒന്നുകിൽ ഭയപ്പെടുത്തി കൊള്ള സംഘം പോലെ തോക്ക് ചങ്ങനിച്ചിട്ട് മര്യാദയ്ക്ക് പൈസ ഇടുക എന്ന് പറയാം. അതാണ് ഇന്ന് മിക്കവാറും നടക്കുന്നത്. നീ പൈസ വെച്ചില്ലെങ്കിൽ നിൻ്റെ ബിസിനസ് തകർന്നു പോകും, നിൻ്റെ ജീവിതം മുടിഞ്ഞു പോകും, നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടില്ല. ഭയം അതൊരു ഗൺ പോലെയാണ്, കഴുത്തിന് നേരെ വെച്ചിരിക്കുകയാണ്. നിൻ്റെ തലമുറ പോക്കാണ്, മര്യാദയ്ക്ക് പൈസ ഇട്. അതാണ് ഒരു സൈഡ്. രണ്ടാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അത് മോഹമാണ്, ലോട്ടറി എടുക്കുന്ന പോലെയാണ്. നീ ഒരു 10,000 രൂപയ്ക്ക് സഭയ്ക്ക് തന്നാൽ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നിൻ്റെ ഇപ്പോൾ കടം മേടിക്കുവാണ്, ഇപ്പം നിവൃത്തിയില്ല, പക്ഷേ നിനക്ക് 10 ഇരട്ടിയായിട്ട് ദൈവം തിരിച്ചു തരും. അപ്പോൾ തിരിച്ചു തരുമ്പം നീ മുതലാളിയോ. അപ്പോൾ അത് മോഹം. ഒന്നുകിൽ നമ്മൾ ഭയം, അല്ലെങ്കിൽ മോഹം. ഇതും ഇന്ന് ആളുകൾ ഇൻഡ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. കൊടുത്ത് ആരാണ് അനുഗ്രഹിക്കപ്പെടാത്തത്, ഇങ്ങനെയൊക്കെ. എന്നാൽ ശരിക്കുമുള്ള കൊടുക്കൽ എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് വരേണ്ടതാണ്. ഇപ്പം എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് എനിക്ക് കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോൾ ആർക്കായിരിക്കും കൊടുക്കുന്നത്? ഇപ്പം നമ്മുടെ സഭയിൽ വയ്യാത്ത ഒരാൾ, വീടില്ലാത്ത ഒരാൾ, തളർന്നു കിടക്കുന്ന ഒരാൾ, അവരെ ഇഗ്നോർ ചെയ്തിട്ട് അവർക്ക് ആഹാരം കൊടുക്കാതെ ഓൾറെഡി റിച്ചായിരിക്കുന്ന പാസ്റ്ററിന് പിന്നെ ഇത് കൊണ്ടുപോയി കൊടുക്കുക, നിവേദ്യം കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നേർച്ച കൊടുക്കുന്ന പോലെ ഈ പാസ്റ്റർക്ക് ഇത് മുഴുവൻ കൊണ്ടുപോയി കൊടുക്കുകയും അവർ ഭയങ്കര റിച്ചാവുകയും ആ അപ്പം മുറുക്കുന്ന അതേ കൂട്ടത്തിൽ ആഹാരത്തിന് വകയില്ലാത്ത ആളുകളിരുന്ന് വിഷമിക്കുകയും ചെയ്യുന്ന, എന്നിട്ട് അവരുടെ ദാരിദ്ര്യത്തെ അവിശ്വാസമെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരമായ വ്യവസ്ഥ. ഞാനതാ നേരത്തെ പറഞ്ഞത്, മാമോനിൽ അധിഷ്ഠിതമായ എല്ലാ വ്യവസ്ഥകളും ക്രൂരമാണ്. ക്രൂരത കാണിച്ചാൽ മാത്രമേ നമുക്ക് സമ്പന്നനാകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ സുവിശേഷയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒന്നും സമ്പാദിക്കില്ല എന്നൊരു തീരുമാനം എടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ താമസിക്കുന്ന ഭവനങ്ങൾ വിശ്വാസികളുടെ വീടുകളാണ്.
അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും എൻ്റേതല്ല. പക്ഷെ ദൈവം എന്തൊക്കെ വേണം അതെല്ലാം മറ്റ് പലരുടേതാണെങ്കിലും ഉപയോഗിക്കേണ്ട സമയത്ത് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ശുശ്രൂഷയിൽ എന്നും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളൊന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. ധനത്തിലേക്ക് എൻ്റെ കണ്ണ് പോയി കഴിയുമ്പോൾ ഈ ശുശ്രൂഷ മുഴുവൻ അപകടത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഈ ദശാംശം എന്ന ഭീകര വസ്തു പല സമയത്തും പഴയ നിയമത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഉപദേശം ഇന്ന് അനേകരെ അടിമത്തത്തിലേക്കും ഭയത്തിലേക്കും കാൽക്കുലേഷനിലേക്കും മോഹങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട്. അതൊരു ഫോൾസ് മതത്തിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ടാണ് ഈ വക കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ഒരു സഭയിൽ ഒരാൾ വരുന്നത് സൗജന്യമായി കർത്താവിനെ അനുഭവിക്കാൻ വേണ്ടിയായിരിക്കണം. അത് അവനൊരു ഫിനാൻഷ്യൽ ഭാരമായി മാറരുത്. ഒരു ചെറിയൊരു കഥ കൂടെ ഞാൻ ഇതിൻ്റെ അനുബന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾ ഇവിടുത്തെ ചർച്ച പോലെ തന്നെ ഒരു സ്തോത്രകാഴ്ചപ്പെട്ടി എൻ്റെ ബാക്കിൽ വയ്ക്കുക മാത്രമേ ഉള്ളൂ. ദശാംശം വാങ്ങിക്കുക, അടുത്തോടെ സാധനം കൊണ്ടുനടക്കുന്ന പരിപാടിയൊന്നുമില്ല. അന്ന് ആന്ധ്രയിൽ ഞങ്ങളൊരു വലിയ അലമാരയുടെ മുകളിൽ ഇത് വെച്ചിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് കാണാൻ പോലും പറ്റില്ല. ആരെങ്കിലും വന്ന് എടുത്ത് കൊടുക്കണം ഇതിനകത്ത് ഇടണമെങ്കിൽ. അപ്പോൾ മിക്കവാറും ആൾക്കാരും ഇടാറില്ല. അപ്പോൾ ഒരു ദിവസം ഒരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ ചർച്ചിൽ ലൂതറൻ ചർച്ചിലായിട്ട് അവർ പോയിക്കൊണ്ടിരുന്നത്. അവിടെ എല്ലാ ദിവസവും പൈസ ഇടണം, ദശാംശം അവർ വാങ്ങിക്കും. ഇവിടെ വന്നേ പിന്നെ ഞങ്ങൾക്ക് 5 പൈസയുടെ ചിലവില്ല. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, അയാൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്, അയാളുടെ കൊടുക്കുന്ന ആ സ്വഭാവം തന്നെ ഇവിടെ വന്നപ്പോൾ ഇല്ലാതായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്യാഗ്രഹികളുടെയും സ്നേഹമില്ലാതെ തരുന്ന പണവും നമുക്ക് വേണ്ട, കർത്താവിന് ഒട്ടും വേണ്ട. കർത്താവിന് സ്നേഹത്തോട് കൊടുക്കുന്ന പണം മതി. നാളെ ഇത് കിട്ടുമെന്നോ അല്ലെ കർത്താവിനെ അടിക്കുമെന്ന് വിചാരിച്ച് കിട്ടുന്ന പണം വേണ്ട. നിർബന്ധത്താൽ പാത്രം കൊണ്ടുവരുമ്പോൾ പിള്ളേരുടെ അടുത്തായിരിക്കും ഇവർ കൊണ്ടുവിടുന്നത്. പിള്ളേരത് മേടിക്കാതെ പോകില്ല. പിള്ളേരുടെ അടുത്ത് കൊണ്ടുവിട്ട് കൊടുത്താലുള്ള കുഴപ്പമില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ അവർ മേടിക്കാൻ നിൽക്കും. പ്രായമായവരും ഇട്ടിട്ട് പോകും. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത്, അയാൾ വർഷങ്ങൾക്ക് ശേഷം സഹോദരന് പറഞ്ഞു, അന്ന് നിങ്ങളുടെ സഭയിൽ വരുമ്പോൾ ഞങ്ങൾ അനുഭവിച്ച വേദന, വണ്ടിക്കൂലി കണ്ടെത്താൻ പെട്ട പാട്, അന്ന് എൻ്റെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടിനിടയിൽ 1 രൂപ പോലും ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കാതെ ഞങ്ങളുടെ പുറകെ നിങ്ങൾ നടന്നു. അത് എത്ര വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഇവിടെ ആന്ധ്രയിൽ നിന്ന് അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഒരാൾ സഭയിൽ വരുമ്പോൾ അവരുടെ വേദന എന്താണ്, വിഷമം എന്താണെന്നറിയാതെ കടം മേടിച്ചും കടത്തിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങ് പോരട്ടെ, പൈസ ബാക്കി ദൈവം നോക്കിയോളാം. എന്നാൽ പിന്നെ ഇവരെ ദൈവം നോക്കിയോളൂല്ലേ? അതില്ല. ഇവരെ നിങ്ങൾ നോക്കിയോണം, നിങ്ങളെ ദൈവം നോക്കിയോണം. ദിസ് ഈസ് എ ഫോൾസ് തിയോളജി. ഇതിൽ ഈ വഞ്ചനയിൽ നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്. സന്തോഷം തോന്നാത്ത നിങ്ങൾ ആർക്കും പൈസ കൊടുക്കരുത്. കൊടുക്കുവാണെങ്കിൽ അത് ഇനിയും മുതലാളിയായ പാസ്റ്ററിന് കൊടുക്കാതെ നിങ്ങൾ അടുത്തിരിക്കുന്ന നിങ്ങളുടെ സഭയിൽ നിങ്ങളോടൊപ്പം അപ്പം നോക്കുന്ന ആൾക്കില്ലെങ്കിൽ കൊടുക്കുക. ഇല്ലാത്തവന് കൊടുക്കുമ്പോഴാണ് അത് ദൈവത്തിന് കൊടുക്കുന്ന പോലെ ആകുന്നത്, ഉള്ളവന് കൊടുക്കുമ്പോഴല്ല. ഈ ദശാംശത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ദശാംശത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഈ സഭയിലെ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവവചനത്തിൽ കാണുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കണമെന്നും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവൻ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവ് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഈ ഒരു വാക്യം. 2-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനം 6:6, വചനം ശുശ്രൂഷിക്കുന്ന അവന് എല്ലാ നന്മകളിലും ഓഹരി കൊടുക്കണം എന്നുള്ള കാര്യവും അതിനകത്തുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞു ശുശ്രൂഷകന്മാർ പണക്കാരാകുന്നു, പണം ധാരാളം സമ്പാദിക്കും. എന്നാൽ വചനം ഇങ്ങനെ പറയുമ്പം ഈ യഥാർത്ഥമായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർ, അതുകൊണ്ടൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയും വചനത്തിൽ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നമ്മൾ അതിനെ ഒന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടത്? അതായത് നിങ്ങളുടെ ശുശ്രൂഷകർ സാമ്പത്തികമായി പ്രയാസത്തിലാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആദ്യം അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. അത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ എന്താ കണ്ടത്? ഉപജീവിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്, ഞാൻ ജീവിക്കുന്നതും പ്രസംഗം കൊണ്ട് തന്നെയാണ്. എൻ്റെ ഉപജീവനം പ്രസംഗം കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. എൻ്റെ പണി അതാണ്, വചനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് പലരും ഓഹരി തരുന്നുണ്ട്, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ ലോകത്ത് സ്വത്തുക്കൾ അങ്ങനെ ഡയറക്റ്റായിട്ട് ആരും പറയാറില്ലെങ്കിൽ പോലും ക്രിസ്തുവാണ് നിങ്ങളുടെ സമ്പത്ത്, ഈ ലോകത്ത് ഉള്ള സമ്പത്തല്ല എന്നാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ എനിക്ക് വരരുതെന്നല്ല, വരാം, പക്ഷേ ഞാൻ മുതലാളിയാകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ആവശ്യക്കാരിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ടീച്ചർ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവൻ്റെ അപ്പൻ്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. അവൻ്റെ വീട്ടിലുള്ള മക്കളെ പോലെ തന്നെയാണ് ഈ ചർച്ചിൽ വരുന്നവരും. അപ്പോൾ അവരുടെ ഒരു ആവശ്യം പോലെ തന്നെയാണ് ഈ അടുത്ത് വന്നിരിക്കുന്നയാളുടെ ആവശ്യമെന്ന് കാണുമ്പോഴാണ് അവനൊരു അപ്പൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ശുശ്രൂഷകർക്ക് പണം കൊടുക്കണം. മിഷൻ വർക്ക്, സഭയുടെ വർക്കുകളാണ്, ഇതിനെല്ലാം പണം കൊടുത്തേ പറ്റൂ. ദശാംശം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദശാംശം എന്ന് പറയുന്ന 10-1. നമ്മുടെ കൂട്ടായ്മയിൽ പല ആൾക്കാരെയും പല മടങ്ങ് കൊടുക്കുന്നവരെ എനിക്കറിയാം. ഒരു സഹോദരി അവർക്കാവശ്യമുള്ള ഒരു ചെറിയൊരു തുക മാത്രം മാറ്റി വെച്ചിട്ട് വെളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ബാക്കി മുഴുവൻ മിഷണറി വർക്കിന് കൊടുക്കുകയാണ്. ഇത് ഒരാളുടെ അക്കൗണ്ടിലോട്ട് പോകരുത്, അതാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരാൾ മുതലാളിയാകുന്നൊരു വ്യവസ്ഥ ഉണ്ടാകരുത്. അത് നമ്മുടെ സഭയിലുള്ള ആവശ്യങ്ങൾ തീർക്കുന്നതിന്. ഞങ്ങളുടെ കൂട്ടായ്മ കോവിഡ് വന്നപ്പോൾ പെട്ടെന്ന് ജോലി ഇല്ലാതായപ്പോൾ ഒത്തിരി പേരുടെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ ഉള്ളവർ എന്ത് ചെയ്യുന്നു, അത് അവർക്ക് മന്ത്ലി അലവൻസായിട്ട് 10,000 15,000 ഇങ്ങനെ. പാസ്റ്റർക്ക് അതെല്ലാം വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ശരിക്കും ക്രിസ്ത്യൻ ഗിവിങ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഗിവിങ് ആണ്. അത് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഗിവിങ്. അപ്പോൾ ശുശ്രൂഷകൻ പട്ടിണിയിരിക്കാൻ പാടില്ല, അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരും പട്ടിണിയിരിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ശുശ്രൂഷകന് സന്താരണത്തിനുള്ളതെല്ലാം ലഭിക്കുന്നുണ്ടെങ്കിൽ അവൻ അതോട്ട് മതിയെന്ന് വയ്ക്കണം. അപ്പോൾ സഭയിലേക്ക് എപ്പോഴും പണം വന്നുകൊണ്ടിരിക്കും. അത് സ്നേഹത്തിൻ്റെ ഗിവിങ് ആണ്, നിർബന്ധത്താലുള്ള ഗിവിങ് അല്ല. ഈ സ്നേഹത്തിൻ്റെ ഗിവിങ്ങിൽ വേണമെങ്കിൽ പാസ്റ്ററിന് മുതലാളിയാകാം. അവന് സ്നേഹമില്ലെങ്കിൽ, അവൻ്റെ ചുറ്റും കാണുന്ന ആൾക്കാരുടെ നീഡിനോട് ആ പാസ്റ്റർ സെൻസിറ്റീവ് അല്ലെങ്കിൽ അയാൾ മുതലാളിയാവും. കാരണം അയാൾക്ക് ഉപജീവിക്കാമെന്നുള്ളത് വെച്ചാണ് ഇയാൾ സമ്പത്തുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനർത്ഥം പാസ്റ്റർ കൊടുക്കരുതെന്നുള്ളതല്ല. പാസ്റ്റർമാർ ഞാൻ ആദ്യം പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യം ഇതാണ്, പാസ്റ്റർമാർ ധനവാന്മാരാകുന്നുണ്ടെങ്കിൽ അവർ പാപം ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് അർഹിക്കാത്തെടുത്തൊന്നുമല്ല ഞാൻ പറഞ്ഞത്, അവർ നല്ല കാര്യവിചാരകന്മാരല്ല എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന പണത്തിന് നല്ല കാര്യവിചാരകന്മാരല്ല. ഇപ്പോൾ ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ മിഷണറിമാരായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മാസം കിട്ടുന്ന 1,500 രൂപയാണ് ഫിക്സഡായിട്ട് വരുന്നത്. 1,500 രൂപ ആ വീടിന് റെൻ്റാണ്. അപ്പോൾ ബാക്കി എങ്ങനെ ജീവിക്കുന്നത് വെച്ചാൽ ഇതൊരു മിറക്കിളാണ്. ഇപ്പോൾ ചില സമയത്ത് വെറും ഇല മാത്രമേ കഴിക്കാനുണ്ടാവും. പക്ഷേ ആ സാഹചര്യം ഇന്നില്ല. അപ്പോൾ പണം വരരുതെന്നല്ല ഞാൻ പറഞ്ഞതെന്ന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വമാണ് കൊടുക്കുക എന്നുള്ളത്, ജനങ്ങളുടെ ഉത്തരവാദിത്വം. അത് സ്നേഹത്തിൽ കൊടുക്കണം, നിർബന്ധമായത് ഇന്നത് വേണം, ഇത്ര % വേണമെന്നും ചോദിക്കാൻ യാതൊരു റൈറ്റും ഇല്ല. അതുപോലെ പലപ്പോഴും ശവസംസ്കാര ശുശ്രൂഷകളിൽ ഇവരെ പൈസ ചോദിക്കുന്ന സ്ഥിതിവിശേഷം ഭയങ്കര പണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഞാൻ ആ വിവാഹം എങ്ങനെയാണ് കൂട്ടിമുട്ടിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതായത് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ മൊത്തം ചിലവ് 8,250 രൂപയാണ്. അതിനകത്ത് യാത്ര ഉൾപ്പെടെയാണ്. യാത്ര, ഭക്ഷണം, ഹാളിൻ്റെ റെൻ്റ് എല്ലാം ഉൾപ്പെടെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഇത് ഏത് വർഷമായി? 2002 കേൾക്കുന്ന ആൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ വർഷം ചോദിച്ചത്. ഓക്കെ, 2002. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പാസ്റ്റർമാർ 2-3 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ കടം മേടിച്ചു, 750 രൂപ. അതിലൊരു അതേ ഉള്ളൂ. 500 250 ആയിട്ട് 2 കവറിനകത്ത് ആക്കി. 200 500 200 100 3 കവറങ്ങാണ്ടാക്കി. 500 രൂപ കൊണ്ടൊന്ന് മെയിൻ കല്യാണം നടത്തിയ പാസ്റ്റർ കൊടുത്തത്. 2002 500 എന്ന് പറഞ്ഞാൽ മൊത്തം മോശമല്ല. പുള്ളി ഇത് വാങ്ങിച്ചില്ല. പക്ഷേ അവിടെ വന്ന് ശുശ്രൂഷകരിൽ ഒരാൾ പറയുന്നിട്ട്, നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോകാമായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കണം. ഞാനത് ഗസ്റ്റായിട്ട് വിളിച്ചതാണ്. അദ്ദേഹത്തിന് പൈസ കൊടുക്കണമെന്ന് എനിക്ക് അറിയാൻ മേലായിരുന്നു. ഇദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ശരിക്കും ഒരു ഗസ്റ്റായിട്ട് പോലും ഇപ്പോൾ ഒരു പാസ്റ്ററേക്കും വിളിക്കാൻ പറ്റത്തില്ല. കാരണം ചെന്ന പൈസ ഉണ്ട്. ഈ പൈസ എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച പൈസ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക്. അപ്പം ഞാൻ ആദ്യം കൊടുത്ത എൻ്റെ കല്യാണം നടത്തിയ സാറിന് ഞാൻ പൈസ കൊടുത്തപ്പോൾ ചോദിച്ചു, നിങ്ങൾ സ്ത്രീധനമെല്ലാം മതി. ഞാൻ പറഞ്ഞില്ല. കയ്യിൽ കാശ് ഒത്തിരി ഉണ്ട്, വരുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്നാൽ എനിക്ക് വേണ്ട, ഞാൻ കല്യാണം കൂടാൻ വന്നതായിട്ട് വിചാരിച്ചാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ചില ആൾക്കാരങ്ങനെ മുമ്പിൽ നിന്നതുകൊണ്ടാണ്. അപ്പോൾ അത് എന്തൊരു ആശ്വാസമാണ്. അദ്ദേഹം അത് മേടിച്ചിരുന്ന് ഞാൻ എന്ത് ചെയ്തേനെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് പറയുമ്പം എത്ര ആൾക്കാരുടെ ഹൃദയങ്ങളെ തണുക്കുന്നത്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഹൃദയങ്ങളെ തണുപ്പിക്കാൻ അറിയത്തില്ല. ഈ പണം എന്ന് പറയുന്നത് ഇന്നൊരു ഭയങ്കര പവറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നവർക്ക് സകലത്തിലും ഓഹരി കൊടുക്കണമെന്നുള്ള വാക്യം. പഠിപ്പിക്കുന്നവർക്ക് സകലത്തിൽ ഓഹരി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അത് അവരൊരിക്കലും ഇല്ലാതെ പോകരുത്. ഇപ്പോൾ നിങ്ങളെടുത്ത് വന്ന് പഠിപ്പിക്കാൻ വരുന്നവർ കടത്തിലും വിഷമത്തിലും ദാരിദ്ര്യത്തിലും ആയിരിക്കും. നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവരും കടം മാറി സ്വസ്ഥമായി ജീവിക്കാൻ തക്കവണ്ണം അവർക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും ഉപജീവനത്തിനുള്ളത് നിങ്ങൾ കരുതണം. ഇനി കൂടുതൽ ഏൽപ്പിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല.
പക്ഷേ അത് ബാക്കി കർത്താവ് ഇവരോടാണ് ചോദിക്കുന്നത്. ബാക്കി കർത്താവ് ഇവരോടാണ് ചോദിക്കുന്നത്, എന്താ നിനക്ക് കിട്ടിയ പണം നീ എങ്ങനെ ചിലവാക്കി. അപ്പോൾ അത് എനിക്ക് ദൈവമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അതെങ്ങനെ ചിലവാക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ശുശ്രൂഷയിൽ പണം എപ്പോഴും സഭയിൽ, ഒരു ഹെൽത്തി ചർച്ചിൽ എപ്പോഴും പണം വന്നുകൊണ്ടേയിരിക്കും, ശുശ്രൂഷയിൽ പണം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് കെട്ടിക്കിടക്കയില്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്ക് താമസിക്കാൻ എത്ര പോയൊരു കട്ടിൽ മതി. നമ്മുടെ ആവശ്യങ്ങളൊന്ന് പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഭാഗമാണ്. എനിക്കത് നേടി, ഞാനത് പണിതു, എനിക്ക് ദൈവം ഇത്രയും തന്നു. ഇതെല്ലാം ഒരു ആത്മീക അഹങ്കാരത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും വിഷയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാമോൻ എന്ന് പറയുന്ന എലമെൻ്റ് നമ്മുടെ മിഷനിൽ നിന്നും നമ്മുടെ ചർച്ചകളിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ ശരിക്കും കർത്താവിൻ്റെ വചനം കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു ചെറിയ ഉദാഹരണം ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ബീഹാറിന് പോയപ്പോൾ, ഈ വർഷം ആദ്യം തോന്നുന്നു ബീഹാറിന് പോയപ്പോൾ അവിടെ ഒരു മിഷൻ ലീഡറെ ഞാൻ കണ്ടു. ബീഹാറിൽ തന്നെയാണ്, ബീഹാറിലെ സ്വയം മിഷണറിയാണ്. അദ്ദേഹം ആദ്യം ഒരു സമസ്ത നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവർ മാസം തോറും ഒരു ചെറിയ എമൗണ്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് ഏതാണ്ട് മീറ്റിംഗ് നടത്താൻ പറഞ്ഞു. മീറ്റിംഗ് നടത്തിയിട്ട് പൈസ ഒന്നും ഇവർ കൊടുത്തില്ല. പുള്ളിക്ക് പിണങ്ങി പുള്ളി മിനിസ്ട്രി വിട്ടു. പുള്ളിക്ക് 50,000 രൂപ ലോണായി പുള്ളി പരിപാടി നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിസ്ട്രിക്കാർ അവർ കൊടുക്കുന്ന 5,000 രൂപ അല്ലെങ്കിൽ 7,000 രൂപ മാക്സിമം ഒരു മിഷണറിക്ക് കൊടുക്കുന്നത്. ഇതുകൊണ്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റും. അയാൾ പാടത്ത് പണിയാൻ പോയാൽ അവിടെ ജോലി അഗ്രികൾച്ചർ വർക്കിന് പോയി കഴിഞ്ഞാൽ ഒരു മാസം 20,000 രൂപ ഏറ്റവും കുറഞ്ഞ സമ്പാദിക്കാം. അപ്പോൾ ഈ ഒരു മിഷൻ ഏജൻസി കൊടുക്കുന്ന 5,000 കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, പിള്ളേർ, അത് വേറെ 100,000 ആവശ്യങ്ങളാണ്, മെഡിസിൻ നീഡ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യും, 3-4 സംഘടനകൾ ചെയ്യും. അപ്പോൾ ഒരു സംഘടനയിൽ നിന്ന് 5,000 രൂപ കിട്ടും. അപ്പോൾ അവരുടെ ആൾക്കാർ വരുമ്പോൾ അവരുടെ ബോർഡ് വയ്ക്കും. അടുത്ത സംഘടന വരുമ്പം വേറെ അവർ 3,000 ആയിരിക്കും തരുന്നത് അവരുടെ ഒരു. അപ്പോൾ ഞങ്ങളുടെ മിഷണറിമാരെന്ന് പറഞ്ഞ് ഇവർ അഡ്വർട്ടൈസ് ചെയ്ത് ഇവരും പൈസ മേടിക്കും, അതിൻ്റെ ഒരു പെർസെൻറ്റ് ഇവർക്ക് കൊടുക്കും. ഇതൊരു ഭയങ്കര ബിസിനസ് പരിപാടിയാണ്. ഈ പുള്ളി ഇത് കണ്ടുപിടിച്ചു. പുള്ളി ഒരു കാര്യം എന്നോട് പറഞ്ഞു, എത്ര മിഷണറിമാരെ വിട്ടാലും അവർക്ക് വൈകിട്ട് 6 മണിക്ക് ശേഷമേ സുശേഷാല ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും പറമ്പിൽ പണിയാൻ പോകും, ജോലി ചെയ്യാൻ പോകും. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 20 പാസ്റ്റർമാരും മറ്റുണ്ട്, ഇവർ 20 പേര് അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവർ അത് അങ്ങനെയുള്ള സുവിശേഷ വിരോധമുള്ളൊരു സ്ഥലത്ത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മുടെ ഇവിടെ അത് അത്ര പ്രാക്ടിക്കൽ അല്ലെങ്കിലും അവരാരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല. 20 പേരെ രാവിലെ ചെരുപ്പ് നന്നാക്കുന്ന പാസ്റ്റർ, വൈകിട്ട് 6 മണി കഴിഞ്ഞുള്ളൂ പാസ്റ്റർക്ക്. പറമ്പിൽ പോയി പണിയുന്നു, കച്ചവടം നടത്തുന്നു. വൈകിട്ട് 6 മണി കഴിയുമ്പോഴേ ആൾക്കാർ വീട്ടിലോട്ട് വരത്തുള്ളൂ. അത് കഴിഞ്ഞ് വൈകിട്ട് 7-നും 8-നും 9-നും ഒക്കെയാണ് പ്രാർത്ഥന മീറ്റിംഗ് രാത്രി നടക്കുന്നത്. പണം എന്നൊരു വിഷയം ആ ചർച്ചിൽ ഇൻവോൾവ് അല്ലാതായി കഴിഞ്ഞപ്പം ആളുകൾക്ക് സമാധാനമായിട്ട് വരാൻ പോകാം. അവരവരുടെ ലൈഫിനകത്തേക്ക് ഇപ്പോൾ വേറൊരാളുടെ ആ സമ്മർദ്ദം അങ്ങോട്ട് വരുന്നില്ല. അത് അങ്ങനെയുള്ളൊരു ഫീൽഡ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ചർച്ചിൽ പണം കൊടുക്കണമല്ലോ എന്നുള്ളൊരു നിർബന്ധവും പണം കൊണ്ട് മുതലാളിയാകാമെന്നുള്ള വ്യവസ്ഥയും ഇല്ലാതായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സത്യസന്ധമായൊരു ക്രിസ്ത്യാനിറ്റി, കുറച്ചുകൂടെ കർത്താവിനെ ഫോക്കസ് ചെയ്യുന്നൊരു ക്രിസ്ത്യാനിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഒരു ചർച്ചായ കൺവെൻഷൻ നടത്തണം, കെട്ടിടം പണിയണം, എന്തുമാത്രം ഫിനാൻഷ്യൽ നീഡാണെന്നറിയാം. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവ് നടന്ന പോലെ, ശിഷ്യന്മാർ നടന്ന പോലെ ആളുകളുടെ ഇടയിൽ നടക്കുന്ന, ആളുകളുടെ സ്വാഭാവിക ജീവിതത്തിൽ തന്നെ ഇടപെടുന്ന സഭകളായി മാറിക്കഴിഞ്ഞാൽ ആ സഭകൾക്ക് അനേകം എക്സ്പെൻസസ് ഒഴിവാക്കാൻ ഈ പൈസയുടെ കുത്തൊഴുക്കും അത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാനും സാധിക്കും. ഇന്ന് വരുന്ന പണം മൊത്തം ചിലവാക്കപ്പെടുന്നത് കെട്ടിടം പണിയാൻ വേണ്ടിയാണ്, വലിയൊരു പങ്കും. ഇത് മിഷണറിമാരുടെ വീട്ടിൽ ആഹാരം ഉണ്ടാകാൻ വേണ്ടി എത്തണം. അപ്പോൾ അത് സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. തന്നെ ഈ പണം കൊടുക്കുന്നവർക്കും ഒരു ചിന്തയുണ്ട്, എൻ്റെ മിഷൻ, എൻ്റെ മിനിസ്ട്രി ഒന്നുമല്ല. ഈ പണം കൊടുക്കുന്നയാളൊരു ദാസൻ്റെ സ്ഥാനത്ത് നിന്നാണത് ചെയ്യേണ്ടത്. കാരണം മിഷൻ അയാളുടെയാണ്, കഷ്ടപ്പെടുന്ന അയാളാണ് കർത്താവ് പറഞ്ഞു വിട്ടിരിക്കുന്ന ആൾ. മാമോൻ ഹാസ് ഓൾവേസ് ടു ബി എ സെർവൻറ്റ്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും നമ്മളെ നിയന്ത്രിക്കാൻ. ഇപ്പോൾ ഒരു പ്രസംഗത്തിന് വിളിച്ചു, എത്ര രൂപ കിട്ടും? എന്നോടൊരാൾ ചോദിച്ചു, പാസ്റ്ററെ 2 ദിവസത്തേക്ക് ക്ലാസ് എടുക്കാൻ വരാമോ? യൂത്ത് മീറ്റ്, ഏത് ഒരു സഭയുടെ യൂത്ത് പ്രസ്ഥാനമാണ്, എത്ര രൂപയാണ് റേറ്റ്? അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കുടുംബം വിറ്റാലും ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കാരണം സുവിശേഷം എന്ന് പറയുന്നത്, ഒരാൾ കേൾക്കുക എന്ന് പറയുന്നത് ഈ എല്ലാ ലോകങ്ങളെക്കാളും വിലയേറിയതാണ്. അതുകൊണ്ട് മേലാൽ ഇതിന് വില ചോദിക്കുകയോ ഇടുകയോ ചെയ്യരുത്. നിങ്ങളുടെ 1 രൂപ പോലും എനിക്ക് തരണ്ട എന്ന് ഞാൻ അവരോട് പറയേണ്ടി വന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു അതൊരു ഒറ്റപ്പെട്ട കേസായിരിക്കുമെന്ന്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് പിന്നെ ഒരാൾ അത് തന്നെ ചോദിച്ചു. അപ്പം എനിക്ക് റേറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ഭയങ്കര ഞെട്ടലായിരുന്നു.
പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്കറിയില്ല, എനിക്ക് റേറ്റ് ഇല്ല, നിങ്ങൾ എനിക്കൊന്നും തരികയും വേണ്ട എന്ന് പറയും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മുൻകൂട്ടി പറയാൻ ഇത്ര രൂപ വേണം. ഇവിടെ റേറ്റ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ മെനു ഉണ്ട്, മെനു. അതിന് മെനു എന്ന് പറയാതെ അതിനനുസരിച്ച് ഓരോരുത്തർക്ക് സ്പെഷ്യൽ റേറ്റാണ്. ഏറ്റവും കൂടിയ ആൾക്കാർക്ക് അതൊരു വലിയൊരു പ്രശ്നമായി മാറിയേക്കാണ്. യഥാർത്ഥമായിട്ട് ജീവനുള്ള സുവിശേഷം, ഫ്രീ ആയി കിട്ടിയ സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് വളരെ ഒരു എന്താ പറയുന്നത്, ഒരു കോക്കസ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്, അവരങ്ങനെ ചോദിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ബ്രദറിനെ സുവിശേഷ പ്രസംഗം നടത്താൻ വേണ്ടി കൺവെൻഷന് പ്രസംഗിക്കാൻ നാട്ടുകാരോട് മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുന്നു. ആരുടെ ആവശ്യമാണ് അവർ സുവിശേഷം കേൾക്കണം എന്നുള്ളത്? ആ സഭയുടെ മാത്രം ആവശ്യമാണോ? അത് ഈ പ്രസംഗിക്കുന്ന എൻ്റെയും കൂടെ ആവശ്യമാണ്. അവിടെ പോയി പ്രസംഗിച്ചിട്ട് ഇവരുടെ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നയാൾ ആരുടെ ദാസനാണ്? മാമോൻ. ഇത് സുവിശേഷം പ്രസംഗിക്കപ്പെടുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എൻ്റെ സന്താനത്തിനുള്ള പണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വേറെ പണം വരുന്നുണ്ടോ എന്ന് നോക്കാൻ പോലും പാടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് ഞാനെങ്കിൽ ദൈവം അതിനുള്ള കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകണം. അപ്പോൾ പണം എങ്ങനെയാണ് ഇതിനെല്ലാം കറപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാത്ത സഭകൾ ഇത്ര ഉണ്ടാകാനുള്ളൊരു കാരണം തന്നെ മാമോനാണ്. ഇന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം അനേകർക്ക് ഇത് പറയുന്നു അനേകർക്കും മനസ്സിലാൻ പോകുന്നില്ല. കാരണം ഈ എക്കണമിക്കപ്പുറത്തേക്ക്, അതായത് ഈ ഫിനാൻസിനപ്പുറത്തേക്ക് ഒരു സങ്കല്പം പോലും ഇന്ന് വിശ്വാസികൾക്കില്ലെന്നുള്ളത് ഇപ്പോൾ ഇതിനോട് വളരെ പ്രതികരണങ്ങളുണ്ടാവും. കാരണം അനേകരും ഇങ്ങനെ പണക്കാരാകാൻ ആഗ്രഹിക്കുന്നവരെങ്കിലുമാണ്. ശുശ്രൂഷ കിട്ടണം, പ്രവചനം കിട്ടണം, അത് വെച്ച് പണം ഉണ്ടാക്കണം, നല്ലൊരു സഭ കിട്ടണം, പറ്റുമെങ്കിൽ ഗൾഫിലൊന്ന് പോകണം, ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഒത്തിരി പേര്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇടർച്ചയാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ നേർവഴിക്ക് നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഇടുക്ക് വഴി, കർത്താവിൻ്റെ ഇടുക്ക് വഴി അല്ലാതെ വേറെ ഒരു വഴിയിലും ജീവനില്ല. ഈ ഇടുക്ക് വഴിയിൽ കർത്താവും നമ്മളും അല്ലാതെ വേറെ ആരുമില്ല, വേറെ ഒരു സ്വപ്നങ്ങളുമില്ല. കർത്താവിൻ്റെ തേജസ് എന്നുള്ള സ്വപ്നം നോക്കി പോകുന്ന ഇടുക്ക് വഴിയിൽ കയറിയവരാണ് ജീവൻ പ്രാപിക്കുന്നതും ജീവൻ്റെ ശുശ്രൂഷകരായിരിക്കുന്നതും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒന്നിനാലും വഞ്ചിക്കപ്പെടാതെ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകാനുള്ള കൃപ ദൈവം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.